गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै ശ്രീഗുരവേ നമഃ. ശ്രീ അനന്ത് പാണ്ഡെ 2009 തുടക്കത്തിൽ ചെന്നൈയിൽ പഠിക്കുന്ന ഒരു അവധിക്കാലത്ത് ഹിമാലയത്തിലേക്ക് ഒരു യാത്ര നടത്തി. ഹിമാലയത്തിന്റെ ഉന്നതിയിലുള്ള നരനാരായണ ഗുഹ ആശ്രമം തേടിയായിരുന്നു അദ്ദേഹം മഞ്ഞുമലകളിലേക്ക് പോയത്. അവിടെ തപസ്സു ചെയ്യാൻ ബാബ അയച്ച 12 പേരെ കണ്ടെത്തുകയായിരുന്നു അനന്തിന്റെ ലക്ഷ്യം. പരിചിതമല്ലാത്തവർക്കായി ഹിമാലയത്തിലേക്ക് പോയി ലോകസമാധാനത്തിനായി ഈ ഗുഹയിൽ ധ്യാനിക്കാൻ ബാബ ഒരു കൂട്ടം വിശുദ്ധരെ അനുഗ്രഹിച്ചിരുന്നു. അവർ ആവശ്യപ്പെടുന്നെന്തും നൽകാൻ കഴിയുന്ന ഒരു അക്ഷയപാത്രവും അവിടുന്ന് അവർക്ക് സൃഷ്ടിച്ചു നൽകിയിരുന്നു. സ്വാമി മഹേശ്വരാനന്ദയുടെ സായിബാബയും നരനാരായണ ഗുഹ ആശ്രമവും എന്ന പുസ്തകത്തിൽ ഈ കഥ രേഖപ്പെടുത്തിയിരിക്കുന്നു. അയാൾ ഒറ്റയ്ക്കായിരുന്നു. ആ വിശുദ്ധന്മാർ എവിടെയാണെന്ന് അയാൾക്ക് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അയാൾ ഉയരത്തിൽ കയറിയപ്പോൾ ശ്വസനം ബുദ്ധിമുട്ടായി. അയാളുടെ വിരലുകൾ മരവിക്കാൻ തുടങ്ങി. കൂടാതെ മൂക്കിൽ നിന്ന് രക്തം ഒഴുകാനും തുടങ്ങി. കഠിനമായ തണുപ്പും ഓക്സിജൻ തീരെ കിട്ടാത്ത അന്തരീക്ഷവും അയാളുടെ ശരീരത്തിന് ഇനി താങ്ങാനായില്ല. അയാളുടെ കാഴ്ച ഇപ്പോൾ മങ്ങുന്നു. പിന്നീട് അത് ശൂന്യമായി. അയാൾ ആ മഞ്ഞുമൂടിയ മലയുടെ ചെരുവിൽ വീണു. അടുത്ത നിമിഷം ഒരു സന്യാസി രംഗത്ത് പ്രത്യക്ഷപ്പെട്ടു. ആ സന്യാസി അയാളെ ശ്രദ്ധാപൂർവം ഉയർത്തി അദ്ദേഹത്തിന്റെ കൈകളിൽ വഹിച്ചു. തുടർന്ന് അയാളെ തന്റെ ഗുഹയിലേക്ക് കൊണ്ടുപോയി. അയാളെ പരിചരിക്കാൻ തുടങ്ങി, കൈകാലുകൾ എണ്ണകൊണ്ട് തിരുമാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അനന്ത് പതുക്കെ ബോധം വീണ്ടെടുത്തു. നല്ല ദീനദയാലുവായ വിശുദ്ധൻ അയാൾക്ക് 2 വലിയ ടംബ്ലർ ചൂടുള്ള പാൽ കൊടുത്തു. ഒടുവിൽ അനന്ത് കണ്ണു തുറന്നപ്പോൾ ആ ചെറിയ ഗുഹയുടെ ഒരു കോണിൽ ഒരു ചെറിയ വിളക്ക് നിന്നു കത്തുന്നതായി കണ്ടു. അതിനടുത്തായി ചെറിയ ഫോട്ടോ. അത് നമ്മുടെ പ്രിയപ്പെട്ട സായിയുടെ അല്ലാതെ മറ്റാരുടെയും അല്ലായിരുന്നു. "നീ എവിടെ നിന്ന് വരുന്നു?" വിശുദ്ധൻ ചോദിച്ചു. "സാർ, ഞാൻ പുട്ടപർത്തിയിൽ നിന്നാണ് വരുന്നത്." "ഓ, പുട്ടപർത്തിയിൽ നിന്ന്?" വിശുദ്ധൻ ഉറക്കെ ചിരിച്ചു. "അപ്പോൾ നീ എന്തിനാണ് ഇവിടെ വന്നത്?" അദ്ദേഹം സന്തോഷഭരിതനും ജിജ്ഞാസുമായിരുന്നു. "ഞാൻ നരനാരായണ ഗുഹ ആശ്രമത്തിലേക്ക് പോകുകയാണേ." യുവാവ് മറുപടി പറഞ്ഞു. "ഓ, ഞാൻ പോലും അവിടെ പോയിട്ടില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്." വിശുദ്ധൻ പഞ്ചാബിൽ നിന്നുള്ളയാളാണ്. 80 വർഷമായി ആ ഗുഹയിൽ താമസിക്കുന്നു. പക്ഷേ അദ്ദേഹം തന്റെ 30കളിൽ ഉള്ള ഒരാളെപ്പോലെയായിരുന്നു. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, "എന്റെ ഉപദേശം സ്വീകരിക്കുക. തിരികെ പോകുക." അവിടെ പോകുന്നത് ഏതാണ്ട് അസാധ്യമാണ്. അനന്തിന് പൂർണ്ണ ബോധ്യമായില്ല. സംഭാഷണം തുടരുന്നതിനിടെ വിശുദ്ധൻ പെട്ടെന്ന് ചോദിച്ചു, "സായിബാബ ആരാണെന്നാണ് നീ കരുതുന്നത്?" "അവിടുന്ന് കലിയുഗ അവതാരമാണ്. അവിടുന്ന് ദൈവമാണ്. ഞാൻ അവിടുന്നിൽ വിശ്വസിക്കുന്നു." അനന്ത് മറുപടി പറഞ്ഞു. "ആരാണ് അത് പറയുന്നത്?" "അദ്ദേഹം കലിയുഗ അവതാരമല്ല." തുല്യ ആവേശത്തോടെ വിശുദ്ധൻ തിരിച്ചടിച്ചു. അത് അനന്തിനെ അമ്പരപ്പിച്ചു. അയാൾ പറഞ്ഞു, "എന്നെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ദൈവമാണ്. പുട്ടപർത്തിയിൽ വച്ച് എനിക്ക് അവിടുന്നിന്റെ ദർശനവും സ്നേഹവും കിട്ടിയതാണ്. അവിടുന്ന് കലിയുഗ അവതാരമല്ല." വിശുദ്ധൻ ആവർത്തിച്ചു. തുടർന്ന് ആഴത്തിൽ വേരൂന്നിയ ദൃഢവിശ്വാസം പ്രതിധ്വനിക്കുന്ന സ്വരത്തിൽ തുടർന്നു, "അവിടുന്ന് അതിനപ്പുറമാണ്. അരേ, അവിടുന്നിന് വേണമെങ്കിൽ എത്ര കലിയുഗ അവതാരങ്ങളെയും സൃഷ്ടിക്കാൻ കഴിയും. രാമനെയോ ഒരു കൃഷ്ണനെയോ. അവിടുന്നിന് എന്ത് വേണമെങ്കിലും സൃഷ്ടിക്കാം. അവിടുന്ന് ആഗ്രഹിക്കുമ്പോഴെല്ലാം. നീ പുട്ടപർത്തിയിലേക്ക് മടങ്ങുക." അത് പറഞ്ഞിട്ട് വിശുദ്ധൻ അനന്തിനെ ബദ്രിനാഥിലെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയി പുട്ടപർത്തിയിലേക്ക് മടങ്ങാനുള്ള നിർദ്ദേശങ്ങളുമായി അയാളെ അവിടെ വിട്ടു. "നിങ്ങൾ വായനക്കാരെയും ഞങ്ങൾ അവിടെ വിടുകയാണ്. ശ്രദ്ധയോടെ ഇരുന്ന് ആ വൈഭവത്തിന്റെയും മഹിമയുടെയും ഭാഗമാകാനും സാക്ഷ്യം വഹിക്കാനും നമ്മൾ ഭാഗ്യമുള്ളവരായി. ആ വൈഭവത്തിന്റെയും മഹിമയുടെയും ഭാഗമായി നമ്മൾ തുടരുന്നു. കാരണം അനന്ത് പിരിയുമ്പോൾ പറയുന്നു, ഇന്ന് എന്റെ ജീവിതത്തിൽ സംഭവിച്ചതും സംഭവിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതും എല്ലാം എനിക്ക് ഏറ്റവും മികച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം എന്റെ പ്രഭു, എന്റെ സായിയാണ് എന്നെ നയിക്കുന്നത്." റേഡിയോ സായി.